അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം പ്രൊഫൈൽ അടിക്കാനുണ്ട് ഫ്ലെക്സിബിൾ. അത് 2 തരം ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂട്ടിയിടണം. ഫ്ലെക്സിബിൾ ആയ കാരണം വലിയും, ഇത് കാരണം കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. 2 തരം എന്ന് പറഞ്ഞത് ഒന്ന് 120 LED, പിന്നെ 320 ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സെലക്ട് ചെയ്യേണ്ട സാധനങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. ഇതിൻ്റെ കാരണം അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ നിർബന്ധമായിട്ടും ഇതിന് വയ്ക്കണം. പിന്നെ ഇതിൽ നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ പ്രൊഫൈലിൽ വരുന്ന വെളിച്ചവും ഈ റബ്ബറിൻ്റെ പ്രൊഫൈലിൽ വരുന്ന വെളിച്ചവും രണ്ടും 2 തന്നെയാണ്. അപ്പം കത്തിച്ച് നോക്കിയിട്ട് മാത്രം ഈ സാധനം സെലക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ 5 മീറ്ററിൽ കൂടുതൽ നമുക്ക് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് DC വയറെ കറക്റ്റായിട്ട് കൊണ്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നല്ലൊരു കാൽക്കുലേഷൻ വേണം. ഞാൻ നേരത്തെ കാണിച്ച ക്ലാമ്പ് ഉണ്ടല്ലോ, അതിനൊരെണ്ണത്തിന് 30 രൂപയാണ്. അത് ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ അത് മേടിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സിലിക്കോണിലാണ്. എന്നിട്ട് മാസ്ക് ടൈപ്പ് 2 സൈഡിലേക്കും വലിച്ചടിച്ച കാരണം സാധനം പക്കയായി. ഇതിപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് 5 മീറ്റർ 2 സ്ഥലത്താണ് നമ്മൾ DC വയർ കൊണ്ടു നിർത്തിയിട്ടുള്ള ഒറ്റ സ്ഥലത്ത്. അപ്പോൾ 5 മീറ്റർ അവിടെ നിന്നും 5 മീറ്റർ ഇവിടെ നിന്നും തള്ളിയിട്ടിട്ട് അതിൻ്റെ 2 വയർ ജോയിൻ്റ് അടിച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഇങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ പരമാവധി നമ്മൾ ആ നൂലിൽ തന്നെ കെട്ടി വലിക്കുക. നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പരമാവധി നിവർത്തിയിട്ടിട്ട് വേണം ഈ സാധനം വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ സിലിക്കോൺ ഇടുന്നതിൽ യാതൊരു മടി വിചാരിക്കേണ്ടത് നന്നായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോകളാണ്. വെറുതെ നമ്മൾ അടിച്ച് പോലല്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് വിവരങ്ങളും കാര്യങ്ങളും ഏതൊരു സാധനത്തിനും വരും. എനിക്ക് അറിയണ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മളെ കൂടെ കൂട്ടാൻ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.